ഹലോ. അപ്പോൾ നിങ്ങളെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, IBPSൻ്റെ റിവൈസ്ഡ് കാലണ്ടർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വർഷം ആദ്യം വന്നതനുസരിച്ചിട്ട് ഈ വർഷം എന്നല്ല, നമുക്ക് എപ്പോഴും RRB എക്സാമാണ് ഫസ്റ്റ് വരുന്നത്. ഇത്തവണ നമുക്ക് RRBയുടെ POയും ക്ലർക്കും വരുന്നത് ലാസ്റ്റ് ആയിട്ടാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ RRB POയുടെ ഈ ഓഫീസർ സ്കെയിൽ 1 RRB PO ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നത് 23rd ആൻഡ് 22nd ആൻഡ് 23rd ഓഫ് നവംബറിലാണ് വരുന്നത്. സെയിം എക്സാമിൻ്റെ എൻ്റെ മെയിൻസ് വരുന്നത് 28th ഓഫ് ഡിസംബറിൽ, ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് എക്സാം കൊണ്ട് വെച്ചേക്കുന്നത്. ഇനി RRBയുടെ ക്ലർക്കിൻ്റെ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ 6, 7, 13, 14 ഡിസംബറിലാണ് അതും നമുക്ക് പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻസ് ആണെങ്കിൽ 1st ഓഫ് ഫെബ്രുവരി. എല്ലാ തവണയും നമുക്ക് ജാനുവരി 1 ആകുമ്പോഴത്തേക്കും RRB PO ആൻഡ് ക്ലർക്കിൻ്റെ റിസൾട്ട് വരുന്നതാണ്. ഇത്തവണ ഏറ്റവും ലാസ്റ്റാണ് എക്സാം ആയത് കാരണം നമുക്ക് RRB ക്ലർക്കിൻ്റെ മെയിൻസ് തന്നെ ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റിസൾട്ട് എപ്പോഴാണ് ഇനി RRBയുടെ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാർച്ചിലാണോ അതിനി ഏപ്രിലാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ RRB ആണ് ഈ വർഷം ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെച്ചേക്കണത്. ആദ്യം വരുന്ന എക്സാം നമുക്ക് നേരത്തെ ഓഗസ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് RRB ആദ്യം വന്ന കാലണ്ടർ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റിലാണ് നമുക്ക് RRB എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലണ്ടർ വെച്ചിട്ട് നമുക്ക് IBPS PO ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. IBPS POയുടെ എക്സാം ഡേറ്റ് 17, 23, 24 ഓഗസ്റ്റിലാണ് വരുന്നത്. IBPS POയുടെ മെയിൻസ് എക്സാം വരുന്നത് 12 ഒക്ടോബറിലാണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം IBPS PO നമ്മൾ ഇന്ത്യയിൽ നമുക്ക് മൊത്തത്തിലുള്ളൊരു കട്ട് ഓഫാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാം. പക്ഷേ നമ്മൾ ഈ ഒരു കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അതായത് IBPS ക്ലർക്കിൻ്റെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രിലിംസ് സ്റ്റാർട്ടാവുന്നത് 4, 5, 11 ഒക്ടോബറിലാണ്. അതായത് 11-ാം തീയതിയാണ് നമുക്ക് IBPS ക്ലർക്കിൻ്റെ പ്രിലിംസ് എക്സാം കഴിയുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അതേ 12-ാം തീയതി ഒക്ടോബറിൽ നമുക്ക് IBPS POയുടെ മെയിൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് IBPS PO മെയിൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവരടുത്ത് എങ്ങാനും അവർക്ക് 11-ാം തീയതിയാണ് ഈ ഒരു IBPS ക്ലർക്കിൻ്റെ പ്രിലിംസ് കിട്ടുന്നതെങ്കിൽ 11-ാം തീയതിയുള്ള എക്സാം എഴുതി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 12-ാം തീയതി IBPS POയുടെ മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ പേരും ഇപ്പം തമിഴ്നാടൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ തമിഴ്നാടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം, ഇപ്പോൾ നമുക്ക് പോയി വരാൻ ദൂരമാണെങ്കിൽ എന്തായാലും നമ്മൾ ഓൾറെഡി ടയർഡായിരിക്കും. നമ്മൾ ഇത്രയും ദൂരം പോയി എക്സാമൊക്കെ എഴുതിയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് IBPS POയുടെ മെയിൻസ് ഉണ്ടെങ്കിൽ അത് 12-ാം തീയതിയാണ്, തൊട്ടടുത്ത ദിവസം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇത്തവണ നമ്മൾ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും നമ്മൾ തമിഴ്നാട് വെച്ചിട്ട് 11-ാം തീയതിയാണ് നമുക്ക് പ്രിലിംസ് കിട്ടുന്നതെങ്കിൽ തൊട്ടടുത്ത 12-ാം തീയതി നമുക്ക് IBPSയുടെ മെയിൻസ് വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇത്തവണ ഉള്ള എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇത്തവണ വെച്ചതെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ നമ്മൾ പല സ്റ്റേറ്റിൽ പോയി എക്സാം എഴുതുന്നവരുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണോ എന്തോ ഒന്നും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള. ശരിക്കും അവസാന നിമിഷത്തിലാണ് ഈ ഒരു IBPSകാർ ഇതുപോലെ ഓരോ ചേഞ്ചസും കൊണ്ടുവരുന്നത്. ശരിക്കും നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ RRBയുടെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കലണ്ടർ വന്ന് ഇനി നമുക്ക് RRB ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ, നവംബറിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ സ്ട്രാറ്റജി വീണ്ടും മാറ്റി IBPS PO ആൻഡ് ക്ലർക്കിലോട്ട് വരണം. കാരണം ആ ഒരു എക്സാമാണ് ഫസ്റ്റ് വരുന്നത്. IBPS ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നത് 29th നവംബറിലാണ്. 29th നവംബറിലാണ് IBPS ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നത്. ശരിക്കും ഇപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ട് ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ. ഫസ്റ്റ് IBPS ക്ലർക്കും PO, പിന്നെ അത് IBPS PO ക്ലർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നീട് RRB PO ക്ലർക്കും. അപ്പോൾ എക്സാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡേറ്റ് കൂടെ നോക്കിയിട്ട് ഏത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കണം. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പെട്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര നാൾ RRB പഠിച്ചുകൊണ്ടിരുന്നവർ എന്നെ പോലെ, ഞാൻ ഇത്ര നാൾ RRB ആണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം RRB ആണ് എപ്പോഴും ആദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനും ഇത്ര നാൾ RRB ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ RRB നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് IBPS POയുടെ ഇപ്പോൾ IBPS PO ലെവലുള്ള പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആ ഒരു സാധനമൊക്കെ നോക്കാണ്ട ടൈമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, IBPS ക്ലർക്കിൻ്റെയും POയുടെ നോട്ടിഫിക്കേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.